നമസ്കാരം. ആറാട്ടുപുഴ സ്വദേശിയായ യുവാവിന് വധു ജപ്പാനിൽ നിന്നും. മംഗലം വളവിൽ കരവീട്ടിൽ രാധാകൃഷ്ണൻ അനിത ദമ്പതികളുടെ മകൻ റാസിലാണ് ജപ്പാൻകാരിയായ സേനയെ താലി ചാർത്തി സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയയിൽ മുട്ടിട്ട പ്രണയത്തിലാണ് കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആശീർവാദത്തോടെ സാക്ഷാത്കാരമായത്. ഇന്നലെ രാവിലെ മംഗലം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജപ്പാനിൽ നിന്നും സേനയുടെ പിതാവ് ടൊമോക്കിയും മാതാവ് ജിൻകോയും സഹോദരൻ ഷുട്ടോയും എത്തിയിരുന്നു. വളരെയധികം സന്തോഷത്തോടെയും കൗതുകത്തോടെയുമാണ് ടൊമോക്കിയും കുടുംബവും മകളുടെ വിവാഹത്തിന് സാക്ഷിയായത്. പിങ്ക് നിറത്തിലുള്ള പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് തികച്ചും കേരളീയ വേഷത്തിലാണ് സേന കല്യാണ പന്തലിലേക്ക് എത്തിയത്. മാതാവ് ജിൻകോയും സാരിയാണ് ധരിച്ചത്. മലയാളം അറിയില്ലെങ്കിലും പെണ്ണിന്റെ അച്ഛൻ വിവാഹ ചടങ്ങുകളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൗതുകമായി. സെനയ്ക്ക് ജാപ്പനീസ് ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ് ഭാഷയും അറിയാം. സെനയുടെ മാതാപിതാക്കൾക്ക് ജാപ്പനീസ് മാത്രമാണ് വശമുണ്ടായിരുന്നത്. വിവാഹകർമ്മി റാസലിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ സെനയെ അറിയിക്കുകയും സെന ജാപ്പനീസ് ഭാഷയിൽ മാതാപിതാക്കളോട് വിശദീകരിക്കുകയും ചെയ്താണ് സെനയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ചടങ്ങുകൾ നിർവഹിച്ചത്. ഇതെല്ലാം കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് കൗതുക കാഴ്ചയായി. ഓരോ ചടങ്ങുകളും ചെയ്യുമ്പോൾ 4 പേരുടെയും മനസ്സിലെ സന്തോഷം മുഖത്തും കാണാമായിരുന്നു. കടുത്ത ചൂടിൽ വധുവും ബന്ധുക്കളും ഏറെ പ്രയാസപ്പെട്ടെങ്കിലും ചടങ്ങിന്റെ അവസാനം വരെയും അവർ വളരെ സന്തോഷത്തോടെ പങ്കെടുത്തു. നാട്ടുകാരും കുട്ടികളും കുശലാന്വേഷണങ്ങളുമായി ഒത്തുകൂടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒപ്പം വളരെ സന്തോഷത്തോടെയാണ് ഇരുവരും പങ്കുകൊണ്ടത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് റാസിലും സെനയും ജോലി ചെയ്യുന്നത്. റാസിൽ IT ഫീൽഡിലും MBA ബിരുദധാരിയായ സെനയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയിലുമാണ് ജോലി. അവിടെ വെച്ചുള്ള പരിചയമാണ് വിവാഹബന്ധത്തിൽ കലാശിച്ചത്. ദിവസങ്ങൾക്ക് ശേഷം വധുവും വരനും ഓസ്ട്രേലിയയിലെ ജോലി സ്ഥലത്തേക്കും വധുവിന്റെ മാതാപിതാക്കളും സഹോദരനും ജപ്പാനിലേക്കും മടങ്ങും. ഇവിടെയുള്ളവർ നല്ല ആളുകളാണ്. കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് സെന പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയാണ്. അടുത്തിടെ കണ്ണൂരുകാരൻ ബീഹാരി സ്വദേശിനിയെ വിവാഹം കഴിച്ചതും വൻ വാർത്തയായി മാറിയിരുന്നു. 42കാരനായ അഴീക്കോട് പുന്നക്കപ്പാറ സ്വദേശിയുടെ നല്ല പാതിയായാണ് ബീഹാർ ബുദ്ധഗയയിലെ 30കാരി എത്തിയത്. ബീഹാറി ആചാരപ്രകാരം അഴീക്കോട് അരയാക്കണ്ടിപ്പാറ ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അപൂർവമായൊരു വിവാഹം നടന്നത്. അഴീക്കോട്ടെ പാരമ്പര്യ ലോഹ പണിക്കാരനായ പരേതനായ കൊളപ്രത്ത് ചന്ദ്രന്റെയും നളിനിയുടെയും മകൻ സിജിയും ബീഹാർ ബുദ്ധഗയയിലെ റൗൺബ ഗ്രാമത്തിൽ ലോഹപ്പണിക്കാരനായിരുന്ന പരേതനായ നവദീപ് ശർമ്മയുടെയും കൃഷിക്കാരിയായ സുഭദ്രാദേവിയുടെയും മകൾ പൂജ കുമാരിയുമാണ് വിവാഹിതരായത്. ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു.